രാജ്യത്തെ ഇന്ധനവില വീണ്ടും കൂട്ടിയതോടെ സംസ്ഥാനത്തെ പെട്രോൾ വില ആദ്യമായി 100 കടന്നു. പാറശാലയിൽ 100 രൂപ 4 പൈസയാണ് വില. പെട്രോളിന് 26 പൈസയും ഡീസലിന് 8 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. എസ് ശരണാണ് ചേരുന്നത്. ശരൺ, ഇന്ന് പാറശാലയിൽ പെട്രോളിന് 100-ന് മുകളിൽ വില. എന്താണ് അവസ്ഥ മനുഷ്യരുടെ? ഗോപീഷ്ണൻ, മനുഷ്യരുടെ ദയനീയ അവസ്ഥയെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നും 26 പൈസയാണ് പെട്രോളിന് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് സംസ്ഥാനത്ത് ആദ്യമായിട്ട് പെട്രോൾ വില ലിറ്ററിന് 100 കടക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഞാൻ നിൽക്കുന്ന പാറശാലയിലെ ഈ പെട്രോൾ പമ്പിൽ 100 രൂപ 4 പൈസയാണ് പെട്രോളിൻ്റെ വില. ഇതോടൊപ്പം തന്നെ ഡീസലിൻ്റെ വില 95 രൂപ 10 പൈസയാണ്. ഇന്ന് 7 പൈസയാണ് ഡീസലിനെ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 22 ദിവസത്തിനിടെ 13 പ്രാവശ്യമാണ് പെട്രോളിൻ്റെ വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. 53 ദിവസം എടുക്കുകയാണെങ്കിൽ 53 ദിവസത്തിനിടെ 29 തവണയാണ് പെട്രോളിന് വില വർധനവ് ഉണ്ടായത്. ഈ കാലയളവിൽ 7 രൂപ 54 പൈസയാണ് വർദ്ധിച്ചിരിക്കുന്നത്. നമുക്കറിയാം, നേരത്തെ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത്, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് മാത്രമാണ് വില വർധനവ് ഉണ്ടാകാതിരുന്നത്. അതിനുശേഷം മെയ് 4 ഈ വില വർധനവ് വീണ്ടും ആരംഭിക്കുകയായിരുന്നു. ഏതായാലും നമുക്കിപ്പോൾ ഇപ്പോൾ യാത്രക്കാർ ചേരുകയാണ്. ചേട്ടാ, ഇവിടെ 100 കടന്നു പെട്രോളിൻ്റെ വില. 100 കടന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ജനങ്ങൾക്ക്. പഴയതോടെയും ഇപ്പോൾ ഒരു വർഷത്തിൻ്റെ അകത്ത് തന്നെ 40-40ൻ്റെ മുകളിൽ കയറിയായി. അപ്പോൾ ജനങ്ങൾക്ക് ഇനി ഈ ജോലികളുമില്ല. ഇപ്പോഴത്തെ ലോക്ക്ഡൗൺ ഈ സമയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിലും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നതാണ്? ഞാൻ എല്ലാ ദിവസവും യാത്ര ചെയ്യുന്നതാണ്. അങ്ങോട്ട് എന്തായാലും കുറഞ്ഞതൊരു ദിവസം എത്ര കിലോമീറ്റർ യാത്ര? ഒരു 35-40 കിലോമീറ്ററിൻ്റെ അകത്ത് ഞാൻ യാത്ര ചെയ്യും എല്ലാ ദിവസവും. മാക്സിമം ആഴ്ചയിൽ എങ്ങനെയും 4 ദിവസം കുറയാതെ യാത്ര ഉണ്ടാവും. വലിയ നഷ്ടമാണ്. നഷ്ടം തന്നെ, ഒരിക്കൽ പറഞ്ഞാൽ മതിയോ. ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ എന്ത് പറയാനാണ് എന്നുള്ളതാണ് ഇപ്പോൾ യാത്രക്കാരടക്കം പങ്കുവയ്ക്കുന്ന അഭിപ്രായം. നേരത്തെ ഈ പ്രീമിയം പെട്രോളിൻ്റെ വില 100 കടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഈ മാസം 8-ാം തീയതിയാണ് പ്രീമിയം പെട്രോളിൻ്റെ വില 100 കടന്നിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ സാധാരണ പെട്രോളിൻ്റെ വിലയും 100 കടന്നിരിക്കുന്നത്. ഏതായാലും നമുക്കിപ്പോൾ ഇപ്പോൾ ചേട്ടാ, പെട്രോൾ വില 100 കടന്നു. എന്താണ് പറയാനുള്ളത്? ഇത് വന്നിട്ട് ടു ഹാർഷ്ലി, ബട്ട് വന്നിട്ട് ഇന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഗവൺമെൻറ് ഇൻക്രീസ് ചെയ്യുന്നതെന്ന് എന്നെ വിചാരിക്കാൻ പറ്റും. ഇന്നത്തെ ഇതിൽ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഈ കോവിഡ് കാലത്ത് ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് ശരിയാണോ? ശരിയല്ല. പക്ഷേ അതൊക്കെ നോക്കിയെന്ന് പറഞ്ഞ് ഗവൺമെൻറ്റിന് ഇത് ചെയ്യണമല്ലോ. ഗവൺമെൻറ്റും റൺ ചെയ്യണമല്ലോ, എക്സ്പെൻഡിച്ചർ എല്ലാം നോക്കണമല്ലോ. അതുകൊണ്ടിരിക്കാം. അതുകൊണ്ട് വന്നിട്ട് നമ്മളിതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാൻ വിചാരിക്കുന്നില്ല. ഈ ഓട്ടോ തൊഴിലാളികളടക്കം ഒരുപാട് പേര് വലിയ നഷ്ടം, കാരണം ഇത്തരത്തിൽ പെട്രോൾ വില വർധനവ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വലിയ ദുരിതമാണ് അനുഭവിക്കുന്നത്. അപ്പോൾ അത് ഗവൺമെൻറ് ഈ ഓട്ടോ തൊഴിലാളികൾക്ക് എന്തെങ്കിലും ചെയ്യണം. ചെയ്തെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. അത് വന്നിട്ട് ഈ മറ്റ് തൊഴിലാളികൾക്ക് ചെയ്യുന്ന പോലെ അവർക്കും എന്തെങ്കിലും ചെയ്യുന്ന നല്ല ഇതാണ്. ഗോപീഷ്ണൻ, ഏതായാലും നമുക്ക് ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കൂടി പരിശോധിക്കാം. അതായത് ഇന്നലെ ക്രൂഡ് ഓയിൽ വിലയായി രേഖപ്പെടുത്തിയിരിക്കുന്ന 74 രൂപയാണ്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ പെട്രോളിൻ്റെ വില, അതായത് നികുതി അടക്കം ചേർത്തുകൊണ്ട് പെട്രോളിൻ്റെ വില 100 കടന്നിരിക്കുന്നത്. 2008-ൽ 144 രൂപയായിരുന്നു ക്രൂഡ് ഓയിലിൻ്റെ വില. അന്ന് ഈ പെട്രോളിൻ്റെ ഇപ്പോഴത്തെ വിലയുടെ പകുതി മാത്രമായിരുന്നു ഈടാക്കിയിരുന്നത്. ഏതായാലും നമുക്കറിയാം, ഈ ലോക്ക്ഡൗൺ സമയത്ത് വലിയ ദുരിതം അനുഭവിച്ചവരാണ് ഓട്ടോ തൊഴിലാളികൾ. അവരോട് തന്നെ കാര്യം ചോദിക്കുക. അതായത് ഇപ്പോൾ ഈ പെട്രോൾ വില 100 കടന്നിരിക്കുകയാണ്. അത് നിങ്ങളെ ഏത് രീതിയിലാണ് ബാധിക്കുന്നത്? നമുക്ക് വലിയ കഷ്ടമാണ്. ഇത് ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ വീട്ടിൽ അരി വാങ്ങിക്കേണ്ട പൈസ കിട്ടില്ല. ഫൈനാൻസ് അടച്ച് ഇത് അടിച്ച് വരുമ്പോഴത്തേന് നമ്മൾ വാങ്ങുന്ന പൈസ കൊണ്ടൊന്നിനും ആവില്ല. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഇതനുസരിച്ച് പോകും. നമ്മൾ പിന്നെ എന്തായാലും അരി വാങ്ങാൻ വേണ്ടി ഇങ്ങനെ കൊണ്ട് നടക്കുന്നു, അത്ര തന്നെ. കഴിഞ്ഞ 1.5 മാസമായിട്ട് അടഞ്ഞു കിടക്കുകയായിരുന്നു. അതിനുശേഷം ഇളവ് വന്നപ്പോഴാണ് വീണ്ടും ഒരു വലിയ അടിയാണ്. ഇത് നമ്മൾ ജീവിക്കാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. ഓട്ടോ തൊഴിൽ കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലാണ്. ഇപ്പോൾ ആൾക്കാരൊക്കെ കയറുന്നുണ്ടോ ഓട്ടോയിൽ? എങ്ങനെയാണ്, ഓട്ടം കിട്ടുന്നുണ്ടോ? അധികം ഓട്ടം കുറവാണ്. ഓട്ടം തീരെ ഇല്ല. കിട്ടുന്ന വെച്ച് ഡീസൽ മേടിച്ച് വീട്ടിൽ അരിയും മേടിക്കാൻ പറ്റില്ല. ആ രീതിയിലാണ് നമ്മുടെ പോകുന്നത്.
അത്തരത്തിലുള്ള വലിയ ദുരിതമാണ് ഇപ്പോൾ ഈ ഓട്ടോ തൊഴിലാളികളടക്കം നേരിടുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും ഈ പെട്രോൾ വിലയൊക്കെ ഇന്ധനം അതായത് ഈ GSTക്ക് കീഴിൽ കൊണ്ടുവരണമെന്നുള്ള ആവശ്യം ഉയർന്നിരുന്നു. എന്നാൽ അതിന് അനുകൂലമായൊരു സമീപനം ഉണ്ടാകാത്ത സാഹചര്യം കൂടിയാണ് നിലനിൽക്കുന്നത്. ഈ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ സംസ്ഥാനത്ത് ആദ്യമായി പെട്രോൾ വില ലിറ്ററിന് 100 കടന്നിരിക്കുന്നത്. നമുക്ക് കൃത്യമായി തന്നെ ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഞാൻ നിൽക്കുന്ന പാറശാലയിലെ പെട്രോൾ പമ്പിൽ പെട്രോളിന് ലിറ്റർ 100 കടന്നിരിക്കുന്നു. 100 രൂപ 4 പൈസയാണ് ഇന്നത്തെ പെട്രോളിൻ്റെ വില. ശരണാണ് വിവരങ്ങൾ നൽകിയത്. കേരളത്തിൽ പെട്രോളിൻ്റെ വില 100 രൂപ കടന്നിരിക്കുന്നു. ജനങ്ങൾ അവരുടെ ദുരിതവും പേറി ജീവിക്കുന്നു. മറ്റു വാർത്തകളിലേക്ക്. പാലക്കാട് കിഴക്കഞ്ചേരിയിൽ ഭർത്തൃ വീട്ടിൽ യുവതി തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത ആരോപിച്ച ബന്ധുക്കൾ. കാരാപ്പാടം ശ്രീജിത്തിന്റെ ഭാര്യ ശ്രുതിയാണ് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലിരിക്കെ കഴിഞ്ഞ ദിവസം മരിച്ചത്. മകളെ മണ്ണെണ്ണ ഒഴിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് ശ്രുതിയുടെ അച്ഛൻ ശിവൻ പറയുന്നു. ശ്രുതിയുടെ മരണമൊഴിയിൽ ആത്മഹത്യയാണെന്ന് പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കുന്നു. പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, എന്താണ് സംഭവം? ഗോപി, കഴിഞ്ഞ 18-നാണ് ഈ കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. അന്ന് ശ്രുതി അവരുടെ ഭർത്തൃ വീട്ടിൽ വെച്ച് തീപ്പൊള്ളലേറ്റ് ഇവരെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരുന്നു. 21-ാം തീയതി ഇവർ മരിച്ചു. 22-ാം തീയതിയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നടന്നത്. ഇപ്പോൾ പുതിയൊരു പരാതി ഈ ബന്ധുക്കൾ ശ്രുതിയുടെ വീട്ടുകാർ ഗുരുതര ആരോപണവുമായാണ് ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത്. അതായത് ഈ സംഭവം കരുതിക്കൂട്ടി നടത്തിയതാണ് എന്നുള്ളതാണ്. അതായത് ശ്രുതിയുടെ ഭർത്താവ് ശ്രീജിത്ത് ഇവരെ മണ്ണെണ്ണ ഒഴിച്ച് തീ കൊളുത്തിയതാണ് എന്നൊരു ആരോപണമാണ് ഇവർ ഉന്നയിച്ചിട്ടുള്ളത്. ഇക്കാര്യം അന്വേഷിക്കണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് പറയുന്നത് 12 വർഷം മുമ്പാണ് ഇവരുടെ വിവാഹം നടന്നത്. 2 മക്കളുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശ്രീജിത്തിന് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആരോപിച്ച് ചില കുടുംബ വഴക്കുകൾ, ഇവർ തമ്മിൽ വഴക്കുകൾ കൂടാറുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നടന്ന സംഭവത്തിൽ ഈ വഴക്കിനിടെ ശ്രുതി ചെയ്തു എന്നതാണ് ഡോക്ടർക്ക് നൽകിയിട്ടുള്ള, ആശുപത്രിയിൽ വെച്ച് ഡോക്ടർക്ക് നൽകിയിട്ടുള്ള മൊഴി എന്നതാണ് പോലീസ് പറയുന്നത്. ഈ ശ്രുതിയുടെ ഇതിന് സമാനമായ മൊഴി തന്നെയാണ് പറയുന്നത്. പക്ഷേ പുതിയൊരു പരാതി ഉയർന്ന സാഹചര്യത്തിൽ ഇക്കാര്യവും അന്വേഷിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ശരി. പ്രശസ്ത ഫോട്ടോഗ്രാഫർ ശിവൻ അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ വീട്ടിലായിരുന്നു അന്ത്യം. സന്തോഷ് ശിവൻ, സംഗീത് ശിവൻ എന്നിവരുടെ പിതാവാണ്. സംസ്ഥാനത്ത് കൂടുതൽ ലോക്ഡൌൺ ഇളവുകൾ നിലവിൽ വന്നു. TPR അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ A, B, C, D എന്നീ വിഭാഗങ്ങളായി തിരിച്ചാണ് ഇളവുകൾ. TPR 24-ന് മുകളിൽ ഉള്ള CD വിഭാഗങ്ങളിൽപ്പെടുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ലോക്ഡൌൺ നിയന്ത്രണങ്ങൾ തുടരും. AB വിഭാഗത്തിൽപ്പെട്ട തദ്ദേശ സ്ഥാപനങ്ങളിൽ ആരാധനാലയങ്ങളിൽ പ്രവേശനം അനുവദിക്കും. ഒരു സമയം 15 ഭക്തർക്കാണ് പ്രവേശനം. കൊച്ചിയിൽ നിന്ന് സിജോ വിജോന്റെ റിപ്പോർട്ട്. ദേവാലയങ്ങളിലെ ചടങ്ങുകൾക്കോ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. വിവാഹമോ മറ്റ് മരണാനന്തര ചടങ്ങുകൾക്ക് മാത്രമാണ് ദേവാലയങ്ങളിൽ അനുമതി ഉണ്ടായിരുന്നത്. കോവിഡ് കേസുകളുടെ എണ്ണം കുറഞ്ഞ പശ്ചാത്തലത്തിലായിരുന്നു ഇപ്പോൾ ദേവാലയങ്ങൾ തുറന്ന് പ്രവർത്തിക്കുന്നതിന് അനുമതി നൽകിയിരുന്നത്. കർശനമായ നിയന്ത്രണങ്ങളോടുകൂടിയാണ് വിശ്വാസികൾ ദേവാലയങ്ങളിലേക്ക് എത്തുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് അസിസി ചർച്ചിലാണ്. രാവിലെ തിരുക്കർമ്മങ്ങൾ പുരോഗമിക്കുകയാണ്. ഇവിടെ എത്തുന്ന ആളുകൾക്ക് കൃത്യമായ മാർഗനിർദ്ദേശങ്ങളുണ്ട്. ഓരോരുത്തരും എത്തുമ്പോൾ അവരുടെ പേര് അവരുടെ ബുക്കിൽ എഴുതണം. അതിനുശേഷം മാത്രമേ അകത്തേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. സാനിറ്റൈസർ വെച്ചിട്ടുണ്ട്. സാനിറ്റൈസർ ഉപയോഗിച്ചിട്ട് വേണം ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി. മാസ്ക് ധരിച്ചെത്തുന്ന ആളുകൾക്ക് മാത്രമാണ് പള്ളിയിൽ തിരുക്കർമ്മങ്ങൾ പങ്കെടുക്കുന്നതിന് അനുമതിയുള്ളൂ. നമ്മുടെ ഒപ്പം തന്നെ ഈ പള്ളിയിലെ അച്ഛൻ സോജനച്ഛൻ ചേരുന്നുണ്ട്. അച്ഛനോട് നമുക്ക് തന്നെ ചോദിച്ചു നോക്കാം. അച്ഛാ, എങ്ങനെയാണ് വിശ്വാസികൾ ഇങ്ങനെ കൂടുതലായി എത്തുന്ന ഒരു സാഹചര്യം കൊണ്ട് നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് വിശ്വാസികളോട് പറഞ്ഞിരിക്കുന്നത്? ഇപ്പോൾ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് ഉള്ള നിയന്ത്രണങ്ങൾ എല്ലാം അനുസരിച്ചുകൊണ്ട് തന്നെ നമ്മുടെ പള്ളികളിൽ തിരുക്കർമ്മങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. 15 പേർ എന്നുള്ളതാണ് ഇപ്പോൾ ഗവൺമെൻറ് തന്നിരിക്കുന്ന കണക്ക്. അതനുസരിച്ചാണ് ഇപ്പോൾ നമ്മുടെ ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് വരാപ്പുഴ അതിരൂപതയുടെ ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങൾ നടത്തപ്പെടുക. സാധാരണഗതിയിൽ അല്പം കൂടി വലിപ്പമുള്ള പള്ളികളിൽ, വലിപ്പം കൂടിയ പള്ളികളിൽ അതനുസരിച്ച് ആളുകളെ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞാൽ അല്പം കൂടി വിശ്വാസികൾക്ക് ഉപകാരപ്രദമാകും. കാരണം സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിച്ചുകൊണ്ട് സാനിറ്റൈസറും മാസ്കും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെ അല്പം കൂടി വിശ്വാസികളെ വലിയ പള്ളികളിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും.
അപ്പോൾ 15 പേർ എന്നുള്ള നമ്പർ അത് എല്ലായിടത്തും ഒരുപോലെ ആക്കാതെ വലിയ പള്ളികളിൽ അല്പം കൂടി കൂടുതൽ വിശ്വാസികൾ ഉൾക്കൊള്ളിക്കുന്ന രീതിയിലുള്ള ഒരു മാർഗനിർദ്ദേശം വരികയാണെങ്കിൽ അത് ഉപകാരപ്രദമായിരിക്കും. സിജോയാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്ത് നിന്ന് രാജുവും ചേരുന്നു. രാജു, എങ്ങനെയാണ് ഭക്തരെത്തുന്നത്? എന്തൊക്കെയാണ് ക്രമീകരണങ്ങൾ? ഏകദേശം രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എന്നിരുന്നാലും പുറത്തു നിന്നുള്ള ക്യൂ, അതായത് പുറത്തു നിന്ന് തൊഴാനായിട്ട് ഭക്തന്മാർ ഏറെ കൂടുതലാണ്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴി 30 പേരെയാണ് 300 പേരെയാണ് കടത്തിവിടുന്നത്. എങ്കിലും ക്ഷേത്രത്തിന് പുറത്ത് വളരെയധികം ഭക്തന്മാർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരെ കോവിഡ് നിയന്ത്രണങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് തന്നെയാണ് ഇവരെ ക്ഷേത്രത്തിലേക്ക് കടത്തിവിടുന്നതും തൊഴുന്നതും. കൂടാതെ ക്ഷേത്രത്തിലേക്ക് ഇപ്പോൾ വിവാഹത്തിന് ഏകദേശം 6 പേര് ബുക്കിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ 2 വിവാഹങ്ങൾ നടന്നു കഴിഞ്ഞു. ഇനി അടുത്ത വിവാഹം ഏകദേശം 10 മണിയോടുകൂടിയാണ് ആരംഭിക്കുകയുള്ളൂ. കൂടാതെ മറ്റു എല്ലാവിധ പ്രോട്ടോകോൾ നിയമങ്ങളും കോവിഡ് നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് തന്നെയാണ് ഭക്തന്മാരെ കയറ്റിവിടുന്നത്. യാതൊരു തരത്തിലുള്ള തടസ്സങ്ങളും ഭക്തന്മാർക്ക് ഉണ്ടാകുന്നില്ല. എല്ലാ ഭക്തന്മാരും വളരെ സന്തോഷത്തോടു കൂടിയാണ് തൊഴുത് മടങ്ങുന്നത്. ശരി. പെരിന്തൽമണ്ണ ദൃശ്യക്കൊലക്കേസ് പ്രതി വിനീഷ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. സബ് ജയിലിൽ റിമാൻഡിലായിരുന്ന പ്രതി കൊതുകുതിരി കഴിക്കുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ച വിനീഷിന്റെ ആരോഗ്യസ്ഥിതിയും തൃപ്തികരമാണെന്ന് പോലീസ് പറഞ്ഞു. CV അനുമോദ് ചേരുന്നു. അനുമോദ്, എന്താണ് വിവരങ്ങൾ? ഇന്നലെ രാത്രിയാണ് മഞ്ചേരി സബ് ജയിലിൽ വെച്ച് വിനീഷ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. സെല്ലിൽ കത്തിക്കാൻ നൽകിയ കൊതുകുതിരി ഇയാൾ അകത്താക്കുകയായിരുന്നു. അത് അധികൃതർ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ചതിനെ തുടർന്ന് വിനീഷിനെ മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ച് കൊണ്ടുപോവുകയും അയാൾ ആരോഗ്യനില ഇപ്പോൾ പ്രശ്നമുള്ള സാഹചര്യമല്ല, ഉച്ചയോടെ ആശുപത്രി വിടാൻ കഴിയുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ദൃശ്യയുടെ അച്ഛൻ ബാലചന്ദ്രന്റെ കട കത്തിച്ച കേസുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിന് വേണ്ടി ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങാനിരിക്കുകയായിരുന്നു. അതിന്റെ നടപടികൾ പൂർത്തിയായ സാഹചര്യത്തിലായിരുന്നു ഇന്നലെ രാത്രി വിനീഷ് കൊതുകുതിരി കഴിച്ച് ആത്മഹത്യ ശ്രമിച്ചത്. ശരി. കൊല്ലത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച വിസ്മയുടെ സ്വർണം ഭർത്താവ് സൂക്ഷിച്ചത് സ്വന്തം പേരിലുള്ള ലോക്കറിൽ. 80 പവൻ സ്വർണമാണ് ലോക്കറിലുള്ളത്. പോരുവഴിയിലെ സഹകരണ ബാങ്കിലെ ലോക്കർ തുറന്ന് പരിശോധിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്നതിന് ശാസ്താംകോട്ട മജിസ്ട്രേറ്റ് കോടതിയിൽ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കും. വിസ്മയുടെ വീട്ടിലെത്തി കിരൺകുമാർ അക്രമം നടത്തിയെന്ന സമീപവാസിയും ദൃക്സാക്ഷിയുമായ ITI വിദ്യാർത്ഥി അൽ അമീൻ ജനുവരി 2 രാത്രി കാറിലെത്തിയ കിരൺ വിസ്മയെയും ഭാര്യ സഹോദരൻ വിജിത്തിനെയും മർദ്ദിച്ചു. ഇടിക്കട്ട പോലുള്ള ആയുധം ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും ദൃക്സാക്ഷി ന്യൂസ് 18 പറഞ്ഞു. വിസ്മയയുടെ മരണത്തിൽ IG ഹർഷിത അട്ടല്ലൂരി എടുത്ത സുപ്രധാനമായ തീരുമാനമുണ്ട്. ജനുവരി 2 വിസ്മയയുടെ വീട്ടിലെത്തിയ കിരൺ അന്ന് അവിടെ അക്രമം നടത്തിയിരുന്നു. അതിന് ദൃക്സാക്ഷിയായ ഒരാളുണ്ട്, സമീപവാസിയായ അൽ അമീൻ നമുക്കൊപ്പം ചേരുന്നു. അന്ന് എന്തായിരുന്നു സംഭവിച്ചത്? അന്ന് രാത്രി ഏകദേശം ഒരു 1-1.5 സമയമായി കാണും. ഞങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ കോഴിക്കട ഹോട്ടലൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ കോഴി ഇറക്കുന്നതിനായിട്ട് നമുക്ക് രാത്രിയാണ് ലോഡ് വരുന്നത്. അപ്പോൾ കോഴി ഇറക്കുന്നതിനായിട്ട് ഞാൻ എന്നെ വിളിക്കും, അല്ലെങ്കിൽ വാപ്പയാണ് വിളിക്കുന്നത്. ഒന്ന് വാപ്പച്ചി വയ്യാത്തതുകൊണ്ട് ഞാനാണ് ഇറങ്ങി വന്നതെന്ന്. അപ്പോൾ ഞാൻ കാറിലാണ് വന്നത്. ഞാൻ വണ്ടി ഇവിടെ ഇട്ടിട്ട് കാറിൻ്റെ തിരിക്കുമായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ നിന്ന് ഒരു കാറ് വന്ന് ഗേറ്റിൻ്റെ അവിടെ, വിതണ്ണൻ്റെ ഗേറ്റിൻ്റെ അവിടെ നിർത്തി. അപ്പോൾ ഞാനും വിതണ്ണനൊക്കെ ആയിട്ട് നല്ല സഹകരണവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എപ്പോഴും കടയിലൊക്കെ വരുന്നതാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഡിമ്മടിച്ച് കാണിച്ചു കൊടുത്തു കാറിൽ. എന്നിട്ട് തിരിച്ചവിടെ നിന്നൊരു പ്രതികരണം ഇല്ല. ഞാൻ വിതണ്ണെന്ന് കരുതിയാണ് ഡിമ്മടിക്കുന്നത്. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് കാർ അവിടെ നിന്ന് റൈസ് ചെയ്തെടുത്ത് ഞങ്ങളെ കടയുടെ സൈഡിൽ കയറ്റി വളച്ച് അവിടെ ഇട്ട് വളച്ചിട്ട് എൻ്റെ അടുത്ത് കൊണ്ട് നിർത്തി. അങ്ങനെ ഞാൻ മിറർ താത്ത് കാറിൻ്റെ. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് വളരെ ചൂടായിട്ട് ദേഷ്യത്തിൽ ചോദിച്ചു, നീ ഇവിടെ നിൽക്കുന്ന എന്തിന്, എന്തത്തിന് ഇപ്പം ഇറങ്ങി വന്നത്, രാത്രി ഉറക്കമൊന്നുമില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് രാത്രിയാണ് കോഴി, എനിക്ക് ചേച്ചി കണ്ടപ്പോൾ മനസ്സിലായിരുന്നു. അപ്പോൾ രാത്രിയാണ് കോഴി വരുന്നത്, ഞാൻ ലോഡ് ഇറക്കാനായിട്ട് വന്നതാണെന്ന് പറഞ്ഞു. അപ്പോഴേ ക്ലാസ് കയറ്റിയിട്ടിട്ട് വണ്ടി ഭയങ്കര റൈസിങ്ങിലെടുത്ത് അവിടെ കൊണ്ടിടുകയും വിജിത്തന്നെ വന്ന് ഗേറ്റ് തുറക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് വണ്ടി കയറ്റി അങ്ങ് ഇപ്പോൾ കാർ ഇട്ടേക്കുന്നതിൻ്റെ പാർക്കിങ്ങിൽ വെളിയിലാണ് ഇട്ടിരുന്നത്. ആ പോർച്ച് കയറ്റിയിട്ടില്ല, വെളിയിട്ടിട്ട് ചേച്ചിയെ കാരന്ന് ഇറക്കുന്നതായിട്ടാണ് കണ്ടത്. ഡോറൊക്കെ വലുതായിട്ട് അടയ്ക്കുന്ന സൗണ്ടൊക്കെ കേട്ട് അപ്പോൾ ചേച്ചിയെ മർദ്ദിക്കും എന്തോ ചെയ്തു. അപ്പോഴത്തേക്കും വിജിത്തണ്ണ വന്ന് ആ പുള്ളിക്കാരനെ ചവിട്ടി അങ്ങ് ഇട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ചേച്ചിയെ ആശ്വസിപ്പിക്കാൻ നോക്കിയപ്പോൾ തിരിച്ച്
പുള്ളിക്കാരി എൻ്റെ വീതണ്ണൻ ചവിട്ടി ഇട്ടിട്ട് കയ്യിലെന്തോ ഇടിവളയോ ഇതെന്തോ ഉണ്ടായിരുന്നു. എന്നിട്ട് വീതണ്ണൻ്റെ മുഖത്തൊക്കെ ഇടിക്കുകയും വീതണ്ണ അങ്ങ് വീണുപോയി. വീതണ്ണ അങ്ങനെ അവിടെ നിന്ന് വിളിക്കുന്നതായിട്ടാണ് കേട്ടത്. അച്ഛ ഓടി വാന്ന് വിളിക്കുന്നതായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ അപ്പോഴത്തേക്കും കോഴി വന്നായിരുന്നു. അങ്ങനെ ഞങ്ങൾ 3 പേരുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ഇവിടുത്തെ അപ്പുറത്തെ വീട്ടില്ല സാബു സാറും കൂടെ ഞങ്ങൾ ഓടി അങ്ങോട്ട് ചെന്നു. ആരുടാന്ന് ചോദിച്ചുകൊണ്ട് ഓടി അവിടെ ചെല്ലുകയും അപ്പോഴത്തേക്കും അവൻ ഗേറ്റ് തുറന്ന് ഈ ആള് കൂടുന്നു കണ്ടതോടെ ഇറങ്ങി അങ്ങ് കൈതോട് ജംഗ്ഷനിലോട്ട് ഓടുകയാണ് കണ്ടത്. അപ്പോഴത്തേക്കും വിജിത്തണ്ണനും അച്ഛനോട് പുറകെ പോകുന്നതാണ് കണ്ടത്. അന്ന് പോലീസ് വന്നിരുന്നു ഇവിടെ. അന്ന് പോലീസ് വരുമ്പോഴത്തേക്കും അത് കുറെ കഴിഞ്ഞിട്ടാണ് പോലീസ് വരുന്നത്. അപ്പോഴത്തേക്കും ഞാൻ ആ സംഭവം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോയിരുന്നു. ഓക്കെ. മറ്റവർ ആരെങ്കിലും അയാളെ തിരിച്ചു തല്ലുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? കിരണിനെ തിരിച്ചാരെങ്കിലും അടിച്ചിരുന്നോ? കിരണിനെ തിരിച്ചു തല്ലിയില്ല. വിജിത്തണ്ണനും തിരിച്ചു കൈവയ്ക്കുന്നതായിട്ടൊന്നും കണ്ടില്ല. പക്ഷെ വിജിത്തൻ അന്ന് ചേച്ചി ഉപദ്രവിച്ചപ്പം പിടിച്ചു മാറ്റി അത് കണ്ടു. അല്ലാതെ വിജിത്തണ്ണനെ മുഖത്ത് ഇടിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. അന്ന് അതിനുശേഷം കിരൺ SIയെ പോലും കൈയേറ്റം ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പിന്നീട് മോട്ടോർ വാഹന വകുപ്പിൽ തന്നെ ഒരു ഉദ്യോഗസ്ഥൻ ഇടപെട്ട് ആ കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു. FIR രജിസ്റ്റർ ചെയ്തിരുന്നില്ല. ഇപ്പോൾ വിസ്മയുടെ കുടുംബം ആവശ്യപ്പെടുന്നത് ആ കേസ് പുനരന്വേഷിക്കണം എന്നതാണ്. ഏതായിരുന്നാലും അതിൽ അനുകൂലമായ തീരുമാനമാണ് IG സ്വീകരിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷിമൊഴിയായി അല്ലമീൻ ഇവിടെ സമീപത്ത് തന്നെ ഉണ്ട്. ഷിജു ചവറയ്ക്കൊപ്പം BB വിനോദ്, ന്യൂസ് 18 കൊല്ലം. വയനാട് മീനങ്ങാടി പഞ്ചായത്തിൽ കൃഷ്ണഗിരി വില്ലേജിൽ വ്യാപകമായി ഈട്ടി മുറിച്ച് കടത്തി. സംഭവത്തെക്കുറിച്ച് ജില്ലാ കലക്ടർ വില്ലേജ് ഓഫീസറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. പ്രദേശത്ത് റവന്യൂ മിച്ചഭൂമിയിലെ മരങ്ങളും മുറിച്ച് കടത്തിയതായാണ് വിവരം. കുറ്റക്കാരെ പിടികൂടണമെന്നാവശ്യപ്പെട്ട പ്രതിഷേധവും ഉയർന്നു. മുട്ടിൽ ഈട്ടിമരമുറി വിവാദ ചർച്ചയാകുമ്പോഴാണ് വയനാട്ടിൽ സമാന രീതിയിൽ വിവാദ ഉത്തരവ് ഉപയോഗിച്ച വീണ്ടും മരമുറി. മീനങ്ങാടി പഞ്ചായത്തിലെ 7ാം വാർഡിൽ കൃഷ്ണഗിരി വില്ലേജിൽപ്പെട്ട സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തു നിന്നും കൈവശമുള്ള റവന്യൂ പുറമ്പോക്ക് ഭൂമിയിൽ നിന്നുമാണ് ഈട്ടിമരങ്ങൾ ഉൾപ്പെടെ മുറിച്ചു കടത്തിയത്. വലിയ ഈട്ടിമരങ്ങളുടെ കുറ്റികൾ ഉൾപ്പെടെ സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തുണ്ട്. ഈ സ്ഥലത്തിനോട് ചേർന്ന് സർക്കാർ പുറമ്പോക്ക് പാറയാണ്. ഈ ഭാഗങ്ങളിലുള്ള ഈട്ടിമരങ്ങളും മുറിച്ചതെന്ന് പരാതി ഉയരുന്നുണ്ട്. ഭൂമിക്കുള്ളത് വ്യാജ പട്ടയങ്ങളാണെന്ന് യുവമോർച്ച ആരോപിച്ചു. ഈ വ്യാജമായി നിർമ്മിച്ചെടുത്ത ഈ പട്ടയങ്ങളിലുള്ള എല്ലാ സ്ഥലത്തും അന്ന് റിസർവ് ചെയ്ത് കൊടുത്ത ഒരു മരങ്ങൾ പോലും ഇന്ന് ആ തോട്ടങ്ങളിലില്ല. ഇതെല്ലാം ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരുടെയും വലിയ നേതാക്കന്മാരുടെയും അറിവോടുകൂടി തന്നെയാണ് ഈ വലിയ വനകൊള്ള നടന്നിട്ടുള്ളത്. ഒരു ഉണങ്ങിയ ഈട്ടിമരം മുറിച്ചതായി കണ്ടെത്തിയതോടെ സ്ഥലമുടമയുടെ പേരിൽ റവന്യൂ വകുപ്പ് കേസെടുത്തിട്ടുണ്ട്. കൂടുതൽ ഈട്ടിമരങ്ങൾ മുറിച്ചതിന് തെളിവില്ലെന്ന് ആദ്യം പറഞ്ഞ കൃഷ്ണഗിരി വില്ലേജ് ഓഫീസർക്ക് സ്ഥല പരിശോധനയ്ക്ക് ശേഷം നിലപാട് തിരുത്തേണ്ടി വന്നു. വില്ലേജ് ഓഫീസറുടെ ടി രജിസ്റ്ററിലുള്ള റിസർവ് മരങ്ങളുടെ കുറ്റി പോലും പലയിടത്തും ഇല്ല എന്നതാണ് വസ്തുത. ഇത് സംബന്ധിച്ച് അടിയന്തര റിപ്പോർട്ട് നൽകാൻ ജില്ലാ കളക്ടർ വില്ലേജ് ഓഫീസറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. രതീഷ് വാസ്തവൻ, ന്യൂസ് 18 വയനാട്. രാമനാട്ടുകര വാഹനാപകട കേസിൽ സ്വർണ്ണക്കടത്ത് സംഘം സഞ്ചരിച്ച 3ാമത്തെ കാർ കണ്ടെത്തി. പാലക്കാട് പുതുശ്ശേരിയിലെ കൊട്ടേഷൻ സംഘം സഞ്ചരിച്ച മാരുതി ബലോന കാറാണ് പട്ടാമ്പിയിൽ നിന്നും കണ്ടെത്തിയത്. കാറിൽ സഞ്ചരിച്ചവർക്കായി അന്വേഷണം തുടരുകയാണ്. അതേസമയം സ്വർണ്ണക്കവർച്ചയുടെ മുഖ്യ ആസൂത്രകനെന്ന് സംശയിക്കുന്ന കണ്ണൂർ സ്വദേശി അർജുന്റെ വീട്ടിൽ കസ്റ്റംസ് റെയ്ഡ് നടത്തി. കനറ ബാങ്ക് പത്തനംതിട്ട ശാഖയിലെ സാമ്പത്തിക തട്ടിപ്പ് അന്വേഷണം CBIക്ക് കൈമാറും. ഇത് സംബന്ധിച്ച് കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘം ആഭ്യന്തര വകുപ്പിന് ശുപാർശ കൈമാറി. പ്രതി വിജീഷ് വർഗീസ് വാഹനാപകട നഷ്ടപരിഹാര ട്രൈബ്യൂണൽ വഴി ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്തത് വ്യാജ സീൽ ഉപയോഗിച്ചാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായി. ഉമ്മൻചാണ്ടി ഇന്ന് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും. അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഉമ്മൻചാണ്ടിയെ രാഹുൽ ഗാന്ധി ഡൽഹിക്ക് വിളിപ്പിച്ചത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് മാറ്റിയ രമേശ് ചെന്നിത്തലയുടെ ആശങ്കകൾ പരിഹരിക്കാനും നേരത്തെ രാഹുൽ ചർച്ച നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണങ്ങൾ, നേതൃമാറ്റത്തെ തുടർന്നുള്ള സാഹചര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചയാവും. റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ 44ാമത് വാർഷിക ജനറൽ ബോഡി യോഗം ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് വീഡിയോ കോൺഫറൻസിംഗിൽ കൂടിയാണ് വാർഷിക ജനറൽ ബോഡി യോഗം നടക്കുക. റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ മുകേഷ് അംബാനി യോഗത്തെ അഭിസംബോധന ചെയ്യും. കമ്പനിയുടെ പുതിയ പദ്ധതികൾ, ഉൽപ്പന്നങ്ങൾ, ഇളവുകൾ എന്നിവയിൽ നിർണായക പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. ജിയോയുടെ പുതിയ ഉൽപ്പന്നങ്ങളും അവതരിപ്പിച്ചേക്കും. ഉടൻ വിപണിയിലെത്തുന്ന 5G സ്മാർട്ട് ഫോണിലാണ് എല്ലാ കണ്ണുകളും. ജിയോ ബുക്കാണ് മറ്റൊരു അത്ഭുതമായി പ്രതീക്ഷിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ മണ്ഡലത്തിലും ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾ ഓൺലൈൻ പഠന സൗകര്യമില്ലാതെ ദുരിതത്തിൽ. നേമം മണ്ഡലത്തിലെ തിരുവല്ലം സ്വദേശിയായ വിദ്യാർത്ഥിക്ക് മൊബൈൽ ഫോൺ ഇല്ലാത്തതിനാൽ ഓൺലൈൻ വിദ്യാഭ്യാസം സാധ്യമായിട്ടില്ല. 1.5 വർഷമായി പഠനമില്ലാത്തത് പരിശീലനത്തിലൂടെ നേടിയ സംസാരശേഷിയെ പോലും പ്രതികൂലമായി ബാധിക്കുകയാണ്.
പട്ടം മുറിഞ്ഞപാലം സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയായ ചിന്നുവിന് ഓൺലൈൻ വിദ്യാഭ്യാസം എന്നത് ഇന്നും സ്വപ്നമാണ്. വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വീഡിയോ പോസ്റ്റ് ചെയ്താണ് അധ്യാപകർ ഭിന്നശേഷിക്കാരായ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഉറപ്പാക്കുന്നത്. എന്നാൽ 1.5 വർഷമായിട്ടും മൊബൈൽ ഫോൺ ഇല്ലാത്തതിനാൽ ചിന്നുവിന് പഠന സൗകര്യം ലഭിച്ചിട്ടില്ല. ശാരീരിക അവശതകളെ തുടർന്ന് അച്ഛനും അമ്മയ്ക്കും ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ്. കോവിഡ് കാലത്ത് മറ്റ് പല വീടുകളിലും രക്ഷിതാക്കൾ അധ്യാപകരായി മാറുമ്പോൾ ഇവിടെ അതും അസാധ്യം. സാധാരണ കുട്ടികൾ പഠിക്കുന്നത് പോലെ അതിന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവുന്നതല്ല. അപ്പോൾ അവർക്ക് പഠിപ്പിക്കാനുള്ള സംവിധാനങ്ങളും ഫോണോ ടി വിയോ ഒന്നുമില്ല. അതിൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ആ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഈ വീട്ടിലെ അവസ്ഥ വെച്ച് അവർക്ക് അതിനുള്ള ഇല്ല. മാത്രമല്ല അച്ഛനും അമ്മയും വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. അപ്പോൾ അവർക്ക് ഈ കുട്ടിയെ ഇനി അങ്ങോട്ട് പഠിക്കാൻ ഇങ്ങനെങ്കിലും ഒരു സംവിധാനം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഈ കുട്ടി പഴയ അവസ്ഥയിലോട്ട് എത്തും. കാലങ്ങളോളം നീണ്ട പരിശീലനത്തിന് ശേഷമാണ് ഭിന്നശേഷിക്കാരായ കുട്ടികൾ സംസാരശേഷി കൈവരിക്കുന്നത്. എന്നാൽ സ്പെഷ്യൽ സ്കൂളുകൾ അടഞ്ഞുകിടക്കുന്നതിനാൽ വലിയ വെല്ലുവിളിയാണ് ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾ നേരിടുന്നത്. മൊത്തത്തിൽ ഈ വീട്ടിലെ അവസ്ഥ ബുദ്ധിമുട്ടിലാണ്. അച്ഛൻ രോഗിയാണ്. ഇവർക്ക് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ഇല്ല. ഈ അമ്മ ഒരു വീട്ടു ജോലിക്കാണ് പൊയ്ക്കൊണ്ടിരുന്നത്. ഇവർക്കുള്ള ആഹാരം ബാക്കി ചെലവുകൾ എല്ലാം ബുദ്ധിമുട്ട്. അതിൻ്റെ കൂടെ മരുന്ന് കഴിക്കുന്നതാണ്. അപ്പോൾ ബാക്കി എല്ലാ രീതിയിലും അവർ ബുദ്ധിമുട്ടി ഇരിക്കുകയാണ്. ഇത് കാണുന്ന ആരെങ്കിലും ഇവർക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കണമെന്ന് അപേക്ഷിക്കും. ക്യാമറമാൻ സന്തോഷ് മണക്കാടിനൊപ്പം SS ശരൺ, ന്യൂസ് 18 തിരുവനന്തപുരം. ഇന്നലെ അന്തരിച്ച മുതിർന്ന മാധ്യമപ്രവർത്തകൻ അനിൽ രാധാകൃഷ്ണന്റെ സംസ്കാരം നാളെ രാവിലെ 10-ന് ശാന്തികവാടത്തിൽ നടക്കും. ദ ഹിന്ദു ദിനപത്രത്തിന്റെ കേരള ബ്യൂറോ ചീഫാണ് അനിൽ രാധാകൃഷ്ണൻ. ഹൃദയാഘാതത്തെ തുടർന്ന് കുറുവൻകോണത്തെ സ്വവസതിയായ സതിഭവനിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അന്ത്യം. പരേതനായ രാധാകൃഷ്ണൻ നായരുടെയും സതീദേവിയുടെയും മകനാണ് അനിൽ രാധാകൃഷ്ണന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു. നെറ്റ്വർക്ക് 18-ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് നടത്തുന്ന സഞ്ജീവനി എ ഷോട്ട് ഓഫ് ലൈഫ് ക്യാമ്പയിൻ നമ്മൾ ഓരോരുത്തരുടെയും കോവിഡ് വാക്സിനേഷന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നതാണ്. ഈ മഹാമാരി കാലത്തെ നമുക്ക് ഒരുമിച്ച് അതിജീവിക്കാം. ഈ ദൗത്യത്തിനായി തയ്യാറാക്കിയ ആമുഖ ഗാനത്തിലേക്ക്. आपने टीका लगाया क्या? टीका लगा, वो जरा टीका लगा। जब अपनी बारी आए टीका लगा। टीका लगा, वो जरा टीका लगा। जब अपनी बारी आए टीका लगा। टीका लगा, वो जरा टीका लगा। वो जरा टीका 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 लगाया क्या? चल हाथ बढ़ा और साथ सभी के चल दे। एक टीके से बन जाए बात समझ ले। परिवार साथ मित्रों को शामिल करके लड़ जाएंगे टीकाकरणों के दम पे। ओ ये जो ढाल सी है वो कमाल सी है, संजीवनी आई यहाँ। टीका लगा, तो जरा टीका लगा। जब अपनी बारी आए टीका लगा। टीका लगा, वो जरा टीका लगा। वो जरा टीका 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 लगाया क्या? कर अपना भला अपनों का भी होने दे। जब टीका हो भारत के हर कोने में, सब ठीक ठाक हो जाएगा जल्दी से। लड़ जाएंगे टीकाकरणों के दम पे। इतना करोगे तब ही कहोगे आजाद ये होगा जहां। टीका लगा, वो जरा टीका लगा। जब अपनी बारी आए टीका लगा। टीका लगा, वो जरा टीका लगा। वो जरा टीका 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 लगाया क्या? लगवा ले चुमन जरा सहले सहले। तू सबसे ये कह ले है जनहित में जारी मिलती क्या डरना। ओ निडर टीका लगा, वो जरा टीका लगा। वो जरा टीका 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 ठोस कदमों से मंजिलें मिलती। जैसे ऋतुओं से जूझ के कली है खिलती। ठान लो अब से लो जिम्मेदारी। टीका लगवाने जाना है हमें इस बारी।
फायदा ही फायदा हो, समझो ये कायदा हो, बस छोटी मांग है नहीं कोई ज्यादा, हो करो वादा आज पालो रिवाज, संजीवनी आई यहाँ, टीका लगा वो जरा टीका लगा, जब अपनी बारी आए टीका लगा, टीका लगा वो जरा टीका लगा, जब अपनी बारी आए टीका लगा वो जरा टीका लगा, जब अपनी बारी आए टीका लगा, टीका लगा वो जरा टीका लगा, वो जरा टीका 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 लगाया क्या, टीका लगा वो जरा टीका लगा, जब अपनी बारी आए टीका लगा. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാവുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. News Network, News 18.